ഇന്ന് പുതിയൊരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. ഇൻസേർട്ട് ദ മിസ്സിംഗ് എന്നൊരു ടോപ്പിക്കാണ്. അതില് നിങ്ങൾക്ക് കാണാം പല ക്വസ്റ്റ്യൻ പേപ്പറിലും മാറ്റിലാണ് ഇത് വരുന്നത്, മെന്റൽ എബിലിറ്റിയിലാണ് ഇത് വരുന്നത്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഇങ്ങനെ ചിത്രങ്ങൾ കൊടുത്തിട്ട് അല്ലെങ്കിൽ രൂപങ്ങൾ കൊടുത്തിട്ട് അതിന് വിട്ടുപോയ കാര്യങ്ങൾ ഇൻസേർട്ട് ചെയ്യാൻ ആവശ്യപ്പെടാറില്ല. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് സ്ക്വയർ നമ്പേഴ്സ് ആയിരിക്കും. സ്ക്വയർ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടീസ് കൃത്യമായിട്ട് പഠിച്ചാൽ ഇതിന്റെ ആൻസർ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും. അതേപോലെ കൂട്ടുന്നതും കുറയ്ക്കുന്നതും, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇതൊക്കെ കൃത്യമായിട്ട് അറിയുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അതിന് മുമ്പായിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ സാറ്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഈ ചോദ്യം ഒന്ന് വായിച്ചു വരാം. If the sum of two-digit number and the number obtained on reversing the digits is 165, if the digits differ. If the sum of a two-digit number and the number obtained on reversing the digits is 165, if the digit differ by 3, the number is, ഇതിന്റെ മലയാളം കേട്ടാൽ കുറച്ചുകൂടി പെട്ടെന്ന് വ്യക്തമാവും. മലയാളം കൂടി ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. മലയാളം മീഡിയം കുട്ടികൾ ഉണ്ടാവുമല്ലോ. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് ചില ചോദ്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ചിലപ്പോൾ മലയാളത്തിൽ പറഞ്ഞാലും മനസ്സിലാവും. ഒരു രണ്ടക്ക സംഖ്യയുടെയും അതിന്റെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യകളുടെയും തുക 165ആണ്. അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 3 ആയാൽ സംഖ്യ ഏത്? ഒരിക്കൽ കൂടി പറയാം. ഒരു രണ്ടക്ക സംഖ്യ, ഒരു രണ്ടക്ക സംഖ്യ, അതിന്റെ അക്കങ്ങൾ പരസ്പരം മാറ്റിക്കളിയാം. ഇപ്പം AB എന്നുള്ള രണ്ടക്ക സംഖ്യയാണെങ്കിൽ BA എന്നാക്കുക. കിട്ടുന്ന സംഖ്യയുടെ തുക ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 165 കിട്ടുമ്പോൾ അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, അതായത് എയും ബിയും തമ്മിലുള്ള വ്യത്യാസം 3 ആയാൽ സംഖ്യ ഏത്? ഞാൻ നിങ്ങൾക്ക് ഓപ്ഷൻ തരാം, എന്നാൽ പെട്ടെന്ന് മനസ്സിലാവും. 85ലെ 5ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം 3 ആണ്. പക്ഷെ ചോദ്യം ഇതാണ്, ഈ 85ലെ 58 തിരിച്ചിട്ട് കൂട്ടിയാൽ നിങ്ങൾക്ക് 165 കിട്ടുമോ എന്നാണ് ചോദ്യം. 165 കിട്ടണം. ശരി, രണ്ടാമത്തെ ഓപ്ഷൻ 74, അടുത്തത് 52, അടുത്തത് 69. ശരിയായ ആൻസർ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ആരെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് നോക്കണേ. Okay, sir. അത് ടൈപ്പ് ചെയ്തോ? ഇല്ല സാറേ, വരുന്നുണ്ടല്ലോ. ഹരിനന്ദ്, ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഹരിനന്ദ് വന്നിട്ടുണ്ട്. ആ ഹരിനന്ദ് കേൾക്കാമോ? ഹരിനന്ദ് കേൾക്കുന്നില്ല. ശരിയാണ്, ഹരിനന്ദ് ഏത് ഐഡിയാന്ന് അറിയില്ല. ശരി, ഓക്കെ. 69 എന്ന ആൻസർ ശരിയാണ്. 69ആണ് ശരി. ഇവിടെ 85ല് 5ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം 3 ആണ്. 74ലും വ്യത്യാസം 3 ആണ്. 52ലും വ്യത്യാസം 3 ആണ്. 69ലും വ്യത്യാസം 3 ആണ്. പക്ഷെ ഇത് തിരിച്ചിട്ട് കൂട്ടിയാൽ 165 കിട്ടുന്നത് 69 മാത്രമാണ്. 69ല് അക്കങ്ങൾ 9ഉം 6ഉം ആക്കി മാറ്റിയിട്ട് കൂട്ടി വെക്കൂ, നിങ്ങൾക്ക് 165 കിട്ടും. ഈ ചോദ്യമൊക്കെ ഏത് ടെക്സ്റ്റ് ബുക്കിലാണ് നിങ്ങൾ കാണുക?
ഇത്തരം ചോദ്യങ്ങൾ പൊതുവായിട്ടുള്ള ചോദ്യങ്ങൾ അവർ തന്നെ നിർമ്മിക്കുന്നതാണ്. അപ്പൊ അത്തരം ചോദ്യങ്ങൾക്ക് നമ്മൾ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് മറുപടി കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് മനസ്സിലാക്കുക. നമുക്ക് ഇൻസർട്ട് ദ മിസ്സിംഗ് വരുന്നതിന് മുമ്പ് വേറെ ചോദ്യം പരിചയപ്പെടും. അപ്പൊ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യണേ മക്കളെ. ആരെങ്കിലും ടൈപ്പ് ചെയ്ത് നോക്കണം. ഏതെങ്കിലും ചോദ്യം ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങളത് ടൈപ്പ് ചെയ്താൽ മതി. അത് നിങ്ങളുടെ മൈക്ക് മ്യൂട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ക്ലിയർ ആയില്ല എന്ന് അതിന് കാണിച്ചാൽ മതി. യെസ്, അപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, ശരിയാണ്. അടുത്തതിലേക്ക് പോകാം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം തന്നോട്ടെ. Yes, sir. Yes, sir. അടുത്ത ചോദ്യം പഠിച്ചോളൂ. 33 ഇൻറ്റു 444 ഇൻറ്റു 7777. ഇതിനെ 444 ഇൻറ്റു 7777 ഡിവൈഡഡ് ബൈ 5555 5555 എടുത്ത് എഴുതി തെറ്റിപ്പോയതാണ്. ഇൻറ്റു 88 ഇൻറ്റു 999. ആ ചോദ്യം ഒന്ന് വായിച്ചേ. സാർ ഒരു 4 കുറഞ്ഞു വേണ്ട. 4 അതെന്തായാലും 4 ഇങ്ങനെ കുറഞ്ഞു വന്ന്. ശരി, ഇപ്പൊ റെഡി ആയോ? ഇപ്പൊ റെഡി. അത് വായിച്ചേ. 33 into 444 into 7,777 by 5,555 into 88 into 999. ഇനി റെഡിയായി. ഈ 33നെയും 88നെയും നോക്കുന്നു. 33 3 ആകുന്നു, 88 8 ആകുന്നു. അതെങ്ങനെയാ വന്നത്? സർ 11 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി അടുത്തത് 444 111 ഡിവൈഡ് ചെയ്താൽ 4 കിട്ടുന്നു. 999 111 ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 9 കിട്ടുന്നു. 1711 ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 7 കിട്ടും. അങ്ങനെയാണെങ്കിൽ 5555 1111 ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 5 കിട്ടും. ഇനി ഇതൊന്ന് മാറ്റി എഴുതുകയാണ്. എങ്ങനെയാ മാറ്റി എഴുതുന്ന നോക്കിക്കോളൂ. 3 ഇൻറ്റു 4 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 8 ഇൻറ്റു 9 എന്ന് ലഭിക്കുന്നു. അപ്പൊ ഇത് ചെറുതായിട്ടാണ് മേലെ വന്നിരിക്കുന്നത്. ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? നിങ്ങൾ പറഞ്ഞു. ഇവിടെ 3ഉം 9നെയും ഒന്ന് നോക്കുക. 3 3 ഒരു പ്രാവശ്യം, 9 3 3 പ്രാവശ്യം, 4 4 ഒരു പ്രാവശ്യം, 8 എത്ര 4 2. 2. ഇനി മെല്ലേക്ക് ഒഴിവായിക്കോട്ടെ. 1 ഇൻറ്റു 1 ഇൻറ്റു 1 7, 1 ഇൻറ്റു 1 ഇൻറ്റു 7 7. ഇനി അടുത്തത് 2 ഇൻറ്റു 5 ഇൻറ്റു 3 എത്രയാണ്? 30. 7/30 ഓപ്ഷൻ ഉണ്ടായിരുന്നോ മക്കളെ? Yes, sir. അപ്പൊ അതാണ് ശരി. ഞാൻ മൈക്കൊന്ന് ഓൺ ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് നിങ്ങൾക്ക് പറയാം. ഓക്കെ സാറേ, ഈ ഇതൊന്നും ഒന്നുകൂടെ പറഞ്ഞല്ലോ. ഈ 3 into 4 into 7 are divided by. എന്താ മോളുടെ പേര്? ഫാത്തിമ മറിയം. ഫാത്തിമ മറിയം ഏത് സ്കൂളാ? മാർക്കസ് ഗേൾസിലെ കുട്ടിയാണ്. നന്നായി, വളരെ നന്നായി. ഇങ്ങനെ ചോദ്യം ചോദിക്കുന്ന കുട്ടികളെ എനിക്ക് വളരെ ഇഷ്ടമാണ്. എത്ര നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും എത്ര തവണയും പറഞ്ഞുതരാൻ ഞാൻ ഒരുക്കവുമാണ്. ഫാത്തിമ മറിയത്തിന് എല്ലാവരും ഒരു ലൈക്ക് കൊടുത്തു. കാരണം ചോദ്യം വളരെ വ്യക്തമായി ചോദിച്ചത്. ശരി, അങ്ങനെ ചോദിക്കണം എല്ലാവരും. അപ്പം ഫാത്തിമ മറിയത്തിന് വേണ്ടിയിട്ട് ഇതൊന്നും കൂടി പറയുകയാണ്. മോളെ ചോദ്യം ഒന്ന് വായിച്ചേ. 33 into
444 into 7,777 divided by 5,555 into 88 into 999. ഓക്കെ, അതായത് ചോദ്യം. ഈ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, ഇതിന്റെ ആൻസറിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഇതിന്റെ ആൻസർ എങ്ങനെ കിട്ടുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നോക്കുന്നത് ഇവിടെ 2 ഡിജിറ്റ് നമ്പർ ഏതൊക്കെയാണ്? താഴെ മേലെ 33, 88. ഈ 33നെയും 88നെയും ഏത് ഒരേ സംഖ്യ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 33നെ 88നെയും ഏത് ഒരേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം 11 3 33 നമ്മൾ പഠിച്ചിട്ടില്ലേ? Yes. 11 into 8 എത്രയാണ്? 88 അല്ലേ? യെസ്. അപ്പോൾ 33-ല് 11 3 തവണയും 88-ൽ 11 8 തവണയാണ്. ഇത് മനസ്സിലായോ? Yes. ഇനി അടുത്തത് നമ്മുടെ 3 ഡിജിറ്റ് നമ്പർ 444ലേക്ക് ഒന്ന് പോകാം. അപ്പൊ നമ്മൾ ഇവിടെ 999 എടുക്കേണ്ടി വരും. 444നെയും 999നെയും ഒരേപോലെ അയക്കാൻ പറ്റുന്ന സംഖ്യയാണ് 111 എന്ന സംഖ്യ. നിങ്ങൾ അറിയുമോ 111നെ 4 കൊണ്ട് ഗുണിച്ചാൽ 444 കിട്ടും. അപ്പോൾ 444നെ 111 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് 4 കിട്ടണം. 999നെ 111 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് 9 ലഭിക്കണം. കാരണം 111നെ 9 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതാണ്. അപ്പൊ ഹരിച്ചാൽ കിട്ടും. ഇനി അടുത്തത് 1111 എടുക്കേണ്ടത്. 1111 7777നെ 1111 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏത് ലഭിക്കുന്നു? 5555നെ 1111 കൊണ്ട് ഹരിച്ചാൽ 5 ലഭിക്കും. ഇത്രയും മോക്ക് മനസ്സിലായി? മനസ്സിലായി. അതിനുശേഷം ഇതൊക്കെ നമ്മൾ ഇങ്ങോട്ട് മാറ്റി എഴുതുകയാണ്. 3 into 4 into 7 എന്നതും 5 into 8 into 9 എന്ന് മാറ്റിയിരുന്നു. അപ്പോഴാണ് വേറൊരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഈ 3ഉം 9 തമ്മിലൊരു കണക്ഷനും. എന്താണ് മോഡേ കണക്ഷൻ? 3-ല് 1 times, 9-ല് 3 times. അത് റെഡിയാണ്. 4ഉം 8ഉം തമ്മിൽ എന്താണ് കണക്ഷൻ? 4-ല് 1 times, 8-ല് 2 times. 2 times ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ചെറുതായി 1 into 1 into 7 കിട്ടുന്നു. 5 into 2 into 3 കിട്ടുന്നു. 1 into 1 into 7 എത്രയാണ് മകളെ? 7 തന്നെയാണ്. ഒരു 7. 2 into 5 into 3 എത്രയാണ്? ഉണ്ടെന്നില്ലേ? ആ കുട്ടി പോയി. 30. ശരി, എത്രയാണ് ആൻസർ വരുന്നത്? എല്ലാവരും ഒന്നിച്ച് പറയും. 7/30. നിങ്ങൾക്ക് മനസ്സിലായോ? ശരി, മനസ്സിലായിട്ടുണ്ട്. ഇനി സാറ്റിൽ തന്നെ ഞാൻ ഇന്നൊരു ചോദ്യം നിങ്ങൾക്ക് തരികയാണ്. ആ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ യൂട്യൂബിൽ ഈ ക്ലാസ് വരുന്ന സമയത്ത് കമന്റ് ചെയ്യും. ഇന്ന് തന്നെ ക്ലാസ് വരും. അപ്പൊ നിങ്ങൾ അതിൽ കമന്റ് ചെയ്യേണ്ടതാണ്. ശ്രദ്ധിക്കും. നിങ്ങൾക്ക് ഏത് ചോദ്യവും നിങ്ങളോട് ചോദിക്കാം. കാരണം നിങ്ങൾ എന്റെ കോഴ്സിന് തയ്യാറാവുന്ന മക്കളാണ്. ശരി, ചോദ്യം ഇതാണ്. പിടിച്ചോളൂ. ഇത് ഹോംവർക്കാണ്. HW. പിന്നെ മാർക്ക് ഒന്നിനാണ് ഇപ്പൊ തരുന്നത്. ഇനി മൈക്ക് മ്യൂട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾ വളരെ നിശബ്ദമായി കണ്ടിരിക്കുന്നത്. 2n + 4
2 raised to n plus 4 minus 2 into 2 raised to n divided by 2 into 2 raised to n plus 3. ഇത് എത്രയാണ്? ഓപ്ഷൻസ് ആർ 7/8, 2 raised to n plus 1, 1 minus 2 raised to n, 8/7. ആ ചോദ്യം ഒന്ന് വായിച്ചു കൊടുക്കും മുഹമ്മദ് ഹർഷൻ. 2 raised to n plus 4 minus 2 into 2 raised to n by 2 into 2 raised to n plus 3. Options 7/8, 2 raised to n plus 1, 1 minus n, 8/7. 1 minus 2 raised to n അല്ലേ? അല്ലേ? ആ അതിനകത്തുണ്ട്, കേൾക്കാമോ? അതുകൊണ്ട് പോയോ? ചോദ്യം ഒന്ന് വായിച്ചു. 2 raised to n plus 4 minus 2 raised to n plus 3. Options 7. നെറ്റിന്റെ ഇഷ്യൂ ഉണ്ട്. മർക്കസ് ഗേൾസിലെ ഒരു കുട്ടി മുന്നോട്ട് വന്നൊന്ന് വായിച്ചു. ചോദ്യം വായിച്ചാണ്, ഉത്തരം പറയാം. 2 raised to n plus 4 minus 2 raised to into 2 raised to n by 2 into 2 raised to plus 3. 2 raised to n plus 3. Option 7/8, 2 raised to n plus 1, 2 minus 2 raised to n, 8/7. ഇത്രയും ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതൊരു വർഷം പരീക്ഷയ്ക്ക് വന്നാണ്. ഈ ക്ലാസ്സിൽ ഇതിന്റെ വിശദീകരണം അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കൂടെയുള്ള രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ധാരാളം പഠിക്കാൻ. LMS തയ്യാറാവുന്ന കുട്ടികൾ ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് 2-3 മാസം നിങ്ങൾ ഇതിൽ തന്നെ മെനക്കെടും. മറ്റെല്ലാ പ്രോഗ്രാമുകളും നിങ്ങൾ മാറ്റി വെക്കണം. കൃത്യമായിട്ട് ഏത് സമയത്താണോ ഓൺലൈൻ ക്ലാസ്, ഏത് സമയത്താണോ ഓഫ്ലൈൻ ക്ലാസ്, അവിടെ നിങ്ങൾ ഒരു മുടക്കവും പറയാതെ നിങ്ങൾ രക്ഷിതാക്കളും കൃത്യമായിട്ട് അതിന് ഒരുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ പാസ്സാക്കി തരുന്ന കാര്യം ഞങ്ങളെ ഏറ്റു. അല്ലാതെ നിങ്ങൾക്ക് ഒരു ക്ലാസ് വെക്കുന്ന സമയത്ത് അവിടെ ഇന്ന പ്രശ്നം ഞങ്ങൾക്കുണ്ട്, ഇന്ന പ്രശ്നമുണ്ട് എന്ന് 1-2 കുട്ടികൾ പറഞ്ഞാൽ ക്ലാസ് മാറ്റി വെക്കാൻ പറ്റില്ല. അതേ സമയത്ത് അത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ട് നെറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രധാനപ്പെട്ട കാരണമുള്ള കുട്ടികൾക്ക് വേണ്ടി ഇത് നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഈ സംഭവം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ യൂട്യൂബിലേക്കും അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി പഠിക്കാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും സംശയം അത് കണ്ടു വരികയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് എന്നെ വിളിക്കാം. ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ക്ലാസ്സുകളുടെ സമയം, ഓൺലൈൻ ക്ലാസ്സിന്റെ സമയം ഞാൻ ഇവിടുന്ന് തീരുമാനിക്കും. അത് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ 5:30 മണിക്കും ഞായറാഴ്ചയും രാവിലെ 5:30 മണിക്ക് കൊടുക്കാനാണ്. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത്തരം 1-2-3 കുട്ടികളുടെ പ്രശ്നം കൊണ്ട് ഒരു ഗ്രൂപ്പിനെ മുഴുവൻ മാറ്റി വെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ എടുത്ത് റെക്കോർഡ് ചെയ്ത കാര്യം അവരുടെ പേഴ്സണൽ വാട്സപ്പിലേക്ക് അയച്ചു തരും. ദയവ് ചെയ്ത് സഹകരിക്കുക. കാരണം നമുക്ക് അത്രയും പഠിക്കാൻ. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഉത്തരം പറയേണ്ടി വരും. നിങ്ങൾ ഇതിന്റെ ആൻസർ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഓൺലൈൻ ക്ലാസ്സിന്റെ സമയമൊക്കെ നിങ്ങൾ പറയുന്ന സമയത്തേക്ക് മാറ്റിത്തരാം. അപ്പൊ അത് പറയാത്ത കാലത്തോളം നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് USSന്റെ ചോദ്യങ്ങളുടെ കണക്കിന്റെ പേപ്പറൊക്കെ കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾക്കറിയാമല്ലോ എത്ര കാഠിന്യമേറിയതാണ് ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളുടെ കാഠിന്യം എനിക്ക് കുറയ്ക്കില്ല, പക്ഷെ പഠിച്ചെടുക്കൽ നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ രക്ഷിതാക്കൾ ദയവ് ചെയ്ത് സഹകരിക്കുക.
അധ്യാപകർ തീരുമാനിക്കുന്ന ആ ക്ലാസ് ടൈമിൽ നിങ്ങൾ അതിന് തയ്യാറാവുക, അല്ലെങ്കിൽ NMOSയിൽ നിന്ന് നിങ്ങൾ മാറ്റിക്കുക. ഈ 2 ഓപ്ഷനാണ് എനിക്കുള്ളത്. ഞങ്ങൾ തീരുമാനിക്കുന്ന സമയത്തിനനുസരിച്ച് സമയം നിങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. യെസ്, കുറെ യെസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങളുടെ രക്ഷിതാക്കളെ നിങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ മതി. ശരി, നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 1. ഇതില് നിങ്ങൾക്ക് എടുക്കുന്ന 2ാമത്തെ ടോപ്പിക്കാണ്, മാത്സിൽ 2ാമത്തെ ടോപ്പിക്കാണ് ഇൻസേർട്ട് ദ മിസ്സിംഗ് എന്നാണ് അതിന്റെ പേര്. വിട്ട ഭാഗത്ത് അക്കങ്ങൾ കൊണ്ട് അല്ലെ സംഖ്യകൾ കൊണ്ട് ഫില്ല് ചെയ്യും. ആ ഇൻസേർട്ട് ദ മിസ്സിംഗില് വന്നിരിക്കുന്ന ആദ്യത്തെ ചോദ്യം ഒന്ന് വായിക്കും. First triangle 20, 16, 25. Second triangle 18, 36, 9. Fourth triangle 40, 64, dash. ഓക്കെ, ഇവിടെ ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് തെളിയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് ഈ 16ഉം 25ഉം തമ്മിൽ എന്തോ ബന്ധമുണ്ട്. 36ഉം 9ഉം തമ്മിലുള്ള കണക്ഷനും അല്ലെങ്കിൽ 64 എന്തോ പ്രത്യേകതയും. ഈ 16നുള്ള പ്രത്യേകത, 25ലുള്ള പ്രത്യേകത, 36നുള്ള പ്രത്യേകത, 9ലുള്ള പ്രത്യേകത എന്തായിരിക്കാം? Square number. സ്ക്വയർ നമ്പർ. അപ്പോൾ ഈ 16ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 4. 4 ആണ്. 25ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 5. അതിനുശേഷം 4ഉം 5ഉം കൂടി എന്ത് ചെയ്തിട്ടാണ് ഈ 20 കിട്ടുന്നത്? Multiple. 4 × 5 ആണ് 20 എന്ന് തിരിച്ചറിയും. ഇനി ഇവിടെ 36 എന്ന സംഖ്യ, ആ 36ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 6 ആണ്. 9ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 3. 6 × 3 എത്രയാണ്? 18. 18. ആ 18 ആണ് ഇവിടെ കിടക്കുന്നത്. ഇനി നിങ്ങൾ തീരുമാനിക്കൂ അടുത്തത് എത്രയായിരിക്കും? $25. 25 എന്നാണ് പറയുന്നത്. ഇവിടെ 25 ആണ് എഴുതിയെന്ന് വിചാരിക്കുക. അപ്പോൾ 64ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 8. അപ്പോൾ 25ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 5. 8 × 5 എത്രയാണ്? 40. അപ്പൊ ഓക്കെയാണ്, ആൻസർ ശരിയാണ്. അപ്പൊ നമ്മുടെ ആൻസർ 25. ഇത് ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ പറയും. അപ്പൊ മുന്നോട്ട് പോകണമെങ്കിൽ യെസ് എന്ന് ഓർക്ക് എല്ലാവരും കൂടി പറയണം. ഏതോ ഒരു കുട്ടിക്ക് ക്ലിയർ ആയിട്ടില്ല എന്ന് പറയുന്നത് മുഹമ്മദ് റഷാൻ. ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കൂ, അല്ലെങ്കിൽ ഹരിനന്ദന്റെ ഫോൺ റെഡിയായോ? സാർ എന്താണെന്നറിയില്ല, ഇടയ്ക്കിടയ്ക്ക് എക്കോ വരുന്നുണ്ട്. എക്കോ വരുന്നത് എന്താണ്? ഫോണൊന്ന് കുറച്ചൊന്ന് വോളിയം കുറയ്ക്കൂ. കുറച്ചോ? ശരി, ഇനി ഒന്ന് പറഞ്ഞു നോക്കൂ, ഇതിന്റെ ആൻസർ എങ്ങനെയാ 25 കിട്ടുന്നത്? അതായത് നമ്മളുടെ ചോദ്യത്തില് ആദ്യത്തെ 2 ട്രയാങ്കിൾസില് ഒന്നില് മുകളിലുള്ള എല്ലാ ട്രയാങ്കിൾസിനും 20 അല്ല, മുകളിലുള്ള ആദ്യത്തെ ട്രയാങ്കിളിൽ 20 ആണ് തന്നിരിക്കുന്നത്. 20 കിട്ടണമെങ്കിൽ 16ന്റെയും 25ന്റെയും റൂട്ട് ആയ 4 × 5 ചെയ്താൽ നമുക്ക് 20 കിട്ടും. അടുത്ത 18 കിട്ടുന്നത് നമ്മൾ 36ന്റെ റൂട്ടായ 6ഉം 9ന്റെ റൂട്ടായ 3ഉം മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് 18 കിട്ടുന്നത്. അപ്പൊ നമുക്ക് 40ന്റെ ആൻസറിലേക്ക് വരാൻ വേണ്ടിയിട്ട്
40 കിട്ടുകയാണെങ്കിൽ 64ന്റെ റൂട്ടായ 8 40 കൊണ്ട് ഹരിക്കണം. അപ്പൊ നമുക്ക് 5 എന്ന് കിട്ടും. 5ന്റെ സ്ക്വയർ ആയിരിക്കും ആ ഒരു ഒഴിഞ്ഞ കളിയിൽ ഉണ്ടാവുക. അത് 25 ആണ്. അതായത് ഇവിടെ 64ന്റെ റൂട്ടായ 8നെ, അത് നല്ലൊരു പോയിന്റ് ആണ് പറയുന്നത്. 64ന്റെ റൂട്ടായ 8നെ 40നെ 8 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ഉള്ള സാധനം കിട്ടും. അത് ഇവിടെ ഉള്ളത് കിട്ടും. 40നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാണ്? 5 ആണ്. ആ 5ന്റെ സ്ക്വയർ ആയിക്കൂടെ ഉണ്ടാവുക അല്ലേ? യെസ് ഓർ നോ? യെസ് സാർ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാ കുറിച്ചോ. ഈ ചോദ്യത്തിന്റെ ആൻസർ ആണ് നിങ്ങൾ പറയുന്നത്. ചോദ്യം ഒന്ന് വായിക്കും. 24, 2, 6, 18 dash 3, 36, 12, 4, 8. Options 9, 10, 12, 16. ആൻസർ ടൈപ്പ് ചെയ്യട്ടെ കുട്ടികൾ. ശരിക്കും നോക്കണം. 1 മിനിറ്റാണ് ഒരു ചോദ്യത്തിന്റെ സമയം നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ അനുവദിക്കുക. 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഇതിന്റെ ആൻസർ കൊടുക്കാൻ നിർബന്ധിതരാണ്. ഏതാണ് ശരി എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യാം. ഇന്ന് എത്ര കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്? സാർ ഇപ്പം 58 കുട്ടികളുണ്ട്. ഇന്ന് മദ്രസ ലീവ് ചെയ്ത കുട്ടികളുണ്ട്. അവർക്ക് റെക്കോർഡിന്റെ കാര്യങ്ങൾ അയച്ചു കൊടുക്കും. ശരി, ഓക്കെ സാർ. ആരെങ്കിലും ആൻസർ ടൈപ്പ് ചെയ്തോ മോനെ? സാർ ഒരു കുട്ടി 16 ടൈപ്പ് ചെയ്തിട്ടുണ്ട്. 16 എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നോക്കാം നമുക്ക് ഏതാ ശരി. വേറെ ഏതെങ്കിലും ആൻസർ വന്നോ? സാർ 9 എന്നൊരു കുട്ടി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. 9 എന്ന് ടൈപ്പ് ചെയ്തിട്ട് അത് വിട്ടത് ശരിയാണെന്ന് ആ കുട്ടിയെ സന്തോഷവാർത്ത അറിയിക്കും. 9 ആണ് ശരി. 9 എന്ന ആൻസർ ശരിയാണ്. ഹിയർ our answer is 9. ഓക്കെ, ഇവിടെ നോക്കണം. 24 3 തമ്മിൽ ഗുണിച്ചാൽ എത്രയാണ്? 72. മൾട്ടിപ്പിൾ ചെയ്താൽ എത്രയാണ്? 26 3 തമ്മിൽ ഗുണിച്ചാൽ എത്രയാണ് മുഹമ്മദ് റഷാദ്? 72. 72. 36 into 2 എത്രയാണ്? 72. 6 into 12 എത്രയാണ്? 72. 4 എത്രയാണ്? 72. അങ്ങനെയാണെങ്കിൽ 8നെ എത്ര കൊണ്ട് ഗുണിക്കണം? 72 കിട്ടണമെങ്കിൽ 9. 9 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ 9 ആണ്. ഇവിടുത്തെ ആൻസർ നിങ്ങൾ എഴുതിക്കൊള്ളൂ 9 എന്ന്. നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഇങ്ങനെ കള്ളി വരച്ചിട്ട് എഴുതിയിട്ട് നോട്ട് ബുക്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ രീതിയിലാണ്. ഇതിന് എക്സ് എന്നിട്ട് പേര് കൊടുക്കുക. എന്നിട്ട് അവിടെ ഒന്നും ഫില്ല് ചെയ്യണ്ട. പുറത്തേക്ക് x = 9 എന്ന് എഴുതി വെക്കുക. എന്നിട്ട് അതിന്റെ ചെറിയ സൂചന അവിടെ കൊടുക്കുക. 24 × 3 72. എന്നാൽ നിങ്ങൾ പരീക്ഷയ്ക്ക് തലേ ദിവസമൊക്കെ പെട്ടെന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ കിട്ടിയതിന്റെ സൂചനകൾ പെൻസിൽ കൊണ്ടോ പെറ്റിംഗ് കൊണ്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇതാണ് നിങ്ങളുടെ നോട്ട് ബുക്കിൽ. നോട്ട് ബുക്കിലൊക്കെ ഇത് വരയ്ക്കുമ്പോൾ ഒക്കെ വൃത്തിയായിട്ട് വരച്ചു. ഞാൻ മൈക്കിൽ നോട്ട് ചെയ്യുന്നുണ്ട്. ചോദ്യം ഇതാണ് എന്റെ. അടുത്ത ചോദ്യം ഏതുമാവട്ടെ ഞാൻ ഉത്തരം പറയാം എന്ന് പറയുന്ന ഒരു കുട്ടി മുന്നോട്ട് വരണം. ഓക്കെ, പറഞ്ഞോ. അടുത്ത ചോദ്യം ഏതുമാവട്ടെ ഞാൻ ഉത്തരം പറഞ്ഞോളാം എന്ന് ധൈര്യമുള്ള ഒരു കുട്ടി മുന്നോട്ട് പോകും. പേര് പറയട്ടെ. ആർക്കും പറയും, ആർക്കും മുന്നോട്ട് വരാം. ഏത് ചോദ്യമായാലും ഞാൻ നേരിട്ടു. ശരിയായ ഉത്തരായാലും തെറ്റായാലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ള ധൈര്യമുള്ള കുട്ടി മുന്നോട്ട്. സാർ ഋതുദേവ്. ആ, ഋതുദേവിന് നല്ല ധൈര്യം. എല്ലാവരും ലൈഫ് കൊടുക്കണേ ഋതുദേവ്. കാരണം അങ്ങനെ ധൈര്യത്തിൽ വരുന്ന കുട്ടികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഋതുദേവ് ഏത് സ്കൂളിലും പറയാൻ പറ്റുമായിരുന്നു അല്ലേ? GVHS മടപ്പള്ളി.
മടപ്പള്ളിയിലെ ഹൃദയവിനാണ് ഇതായി ചോദ്യം. ഇതാ പിടിച്ചോളൂ. ഹൃദയം മാത്രം മറുപടി പറഞ്ഞാൽ എത്രയാണ് ഇതിന്റെ ആൻസർ? ചോദ്യം വായിക്കും ഹൃദയവേ. 16 16 9 12 വായിക്കും. 16 9 12 9 25 15 25 36 ഓപ്ഷൻസ് ഓപ്ഷൻസ് 18 24 30 36. യെസ്. മറുപടി എത്രയാണ്? ഒറ്റ മിനിറ്റ്. ഒറ്റ മിനിറ്റല്ല, 1.5 മിനിറ്റ് എടുത്തോ. ഹലോ ഹലോ ഹലോ. സാറേ 30. 30 ശരിയാണ്, കറക്റ്റ് ആണ്. 30 കുട്ടികളും മറ്റു കുട്ടികളും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. 30 ശരിയാണ്. ശരി, എങ്ങനെയാ കിട്ടുന്നത് കൂടി ഒന്ന് പറഞ്ഞു തന്നാൽ നമുക്ക് വേഗം കഴിയും. വേഗം. അത് 16ന്റെ റൂട്ട് 4. 16ന്റെ റൂട്ട് 4 ആകുന്നു. 9ന്റെ റൂട്ട് 3 ആകുന്നു. 4 × 3 എത്രയാകുന്നു? 12. 12 ആകുന്നു. 9ന്റെ റൂട്ട് 3 ആകുന്നു. 25ന്റെ റൂട്ട് 5 ആകുന്നു. 5 × 3 എത്രയാകുന്നു? 15. 25ന്റെ റൂട്ട് 5 ആകുന്നു. 36ന്റെ 6 ആകുന്നു. 6 × 5 നമ്മളെ ആൻസർ കിട്ടി. എത്ര? 30. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? എക്സ് നിങ്ങൾ എഴുതുക. ചുവന്ന വശമുണ്ട്. എക്സ് = 30. കിട്ടിയത് എങ്ങനെയാണ്? 5 × 6 ചെയ്തിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അടുത്ത ചോദ്യം ഏതുമാവട്ടെ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്ന കുട്ടി പറയും. ഇങ്ങോട്ട് ഒരു ചോദ്യം കൂടി തരുന്നു. ആരെങ്കിലുണ്ടാ? ആർക്കും ധൈര്യമില്ല അല്ലെ? ചോദ്യം കിട്ടിയ പേടിയാക്കും അല്ലെ? ഹൃദയം വന്നു. ഇനി ആരും മുന്നോട്ട് വരാൻ. ശരി, സാരമില്ല, നിങ്ങളൊരു കാര്യം ചെയ്തോളൂ. അടുത്ത ചോദ്യം ഒരു ചിത്രം അവിടെ വരച്ചു വെക്ക്. നമുക്ക് വേഗം കഴിയുള്ളൂ. ഒരു സ്ക്വയർ ആണ് വരച്ചു. എന്താണ് അവിടെ നിൽക്കുന്നത്? കളിങ്ങനെ വരച്ചാൽ മതി. എന്താ പറ്റിയ സാരമില്ല. ഇവിടെ 1 2 ഞാൻ ഉദ്ദേശിച്ച സ്ക്വയർ ആയിട്ട്. പക്ഷെ കിട്ടിയത് ഇങ്ങനെയാണ്. സാരമില്ല. 1 1 1 2 4 16 3 9 dash. ഓപ്ഷൻസ് 81 18 27 17. ഒരാൾക്ക് പറയാം. സർ 81 ആണോ? 81 ആണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്. 81 ആണ്. അല്ല, 81 മുതൽ ശരി പറഞ്ഞു കഴിഞ്ഞു. അത് ശരി വെച്ചു. 81 കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് പറയുമോ? അതായത് 1ന്റെ സ്ക്വയർ 1, 1ന്റെ സ്ക്വയർ 1. ലാസ്റ്റ് ആയിട്ട് 1ന്റെ സ്ക്വയർ 1, വീണ്ടും 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, വീണ്ടും 4ന്റെ സ്ക്വയർ 16, 3 സ്ക്വയർ 9, 9 സ്ക്വയർ 81. അങ്ങനെയാണ്. പക്ഷെ അവിടെ ഒന്നും ചെയ്ത് വെക്കരുത്. നിങ്ങൾ പുറത്തേക്ക് ചെയ്താൽ മതി. നിങ്ങളെ നോട്ട്ബുക്സ് വൃത്തിയാക്കാൻ. ഇത് മനസ്സിലാകാത്തവർക്കുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ഒന്നുകൂടി പറയാം. മുന്നോട്ട് പോകാൻ തോന്നുന്നു. ശരി, മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം. അടുത്തൊരു ചോദ്യത്തോടുകൂടി നമ്മൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. കാരണം ഇത് ധാരാളം വർക്ക് വരാൻ. ഇൻസർട്ട് മിസ്സിംഗിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ എടുക്കും. കൂടുതൽ ചോദ്യങ്ങൾ ആയിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യങ്ങൾ എവിടുന്നെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഒരു ത്രികോണം വരയ്ക്കും.
ഒരെണ്ണം പോരെ, ഇങ്ങനെയുള്ള ഒരു 3 എണ്ണം വേണം. ഞാൻ ചെയ്യുന്ന പോയിക്കോ, ഞാനിവിടെ അങ്ങ് പേസ്റ്റ് ചെയ്യും, വേറെ വരയ്ക്കാൻ പോയെ എന്തോട്ട് വായിക്കും. കുറച്ച് വൃത്തിയിൽ വരച്ചോ, ത്രികോണമെങ്കിൽ വൃത്തിയിലൊക്കെ വരയ്ക്കേ, നല്ല ത്രികോണായിട്ടൊക്കെ വരയ്ക്കണമെങ്കിൽ നല്ല വൃത്തിയിലൊക്കെ വരയ്ക്കും. ടാബ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു സൗകര്യം. അത് കുറച്ചൊരു വൃത്തിയാവും. പേസ്റ്റ് ചെയ്തൊക്കെ എന്താ സംഭവിക്കുക? റെഡിയായാലും ഇവിടെ വന്നിട്ട് ഒന്നുകൂടി പേസ്റ്റ് ചെയ്യട്ടെ. ഇവിടെ വെച്ചിട്ട് കണ്ടു, നിങ്ങളെല്ലാവരും വരച്ചിട്ട് യെസ് തോന്നി, ഇങ്ങനെ 3. Yes. Yes, sir. ശരി. Yes, sir. ഇവിടെ മുമ്പ് ചോദ്യം കേട്ടവർ പ്രതികരിക്കുന്നത് പുതിയ കുട്ടികളുടെ അവർക്ക് വേണ്ടിയിട്ടായി പറയുന്നത്. പനമരമുണ്ട് അവരുടെ മർക്കസ് പഠിച്ചു 46. ഇതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തൊരു എക്സ്, അതാ കണ്ടുപിടിക്കുന്നത്. തൊട്ടപ്പുറത്ത് 25 ആണ്. എന്നിട്ടോ 3 സൈഡിലും 7, 6, 4, 7, 5, 12, 5, 4, 5. ഇത് സൂചന വെച്ചിട്ട് ഈ നടുക്കുള്ളത് ആരായിരിക്കും എന്നാണ് നിങ്ങളോടുള്ള ചോദ്യം. ഓപ്ഷൻസ് ആർ 25, 41, 37. ഇന്ന് ധ്യാനം ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ധ്യാനം എന്തെങ്കിലും ആ കുട്ടി വരേണ്ടതാണോ നിങ്ങൾക്ക്? ശരി, ചോദ്യം ഒന്ന് വായിച്ചൊരു കുട്ടി. സാർ 47 ആണോ? അല്ല, ചോദ്യം ഒന്ന് മൊത്തത്തിൽ ഒന്ന് വായിക്കും സാറേ. ഫസ്റ്റ് ട്രയാങ്കിൾ മിഡില് 46, സൈഡിൽ 7, 6, 4. സെക്കൻഡ് ട്രയാങ്കിൾ x 7, 5, 12. തേർഡ് ട്രയാങ്കിൾ 25, 5, 4, 5. ഓപ്ഷൻ 47 ആണോ? ഓപ്ഷൻസ് 47 റൈറ്റ് ആൻസർ ആണ്. 47 റൈറ്റ് ആൻസർ ആണ്, ശരിയാണ്. എങ്ങനെ കിട്ടിയെന്ന് കൂടി പറയാൻ നമുക്ക് നേരത്തെ പോകാം. പറഞ്ഞു എങ്ങനെയാണ് 47 കിട്ടുന്നത്? 7 into 5 plus 12. ഒരു കുട്ടി പറയേ 7 into 6 plus 4. 6, 42, 4 ആണ് 46. ശരിയാണ്. അപ്പോൾ അടുത്തത്, അപ്പൊ മൂന്നാമത്തേന് പോയിട്ട് അത് രണ്ടാമത്തേന് വരാം. 5 into 4 plus 5. 5, 4, 20, 5, 25. ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ 7 into 5 plus 12 ചെയ്യണം. 7, 5, 35 12 കൂട്ടിയാൽ 47 ആണെന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുക. മനസ്സിലായി? Yes, sir. ഇനി നിങ്ങൾക്ക് ഇതിനായിട്ട് ബന്ധപ്പെട്ട ഒരു ഹോംവർക്ക് തരികയാണ്. ഒരു വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ട് മിക്ക കുട്ടികളും ആൻസർ ചെയ്യാത്ത ആ ഹോംവർക്ക് ഇതാ പഠിച്ചോ. ഒരു സ്ക്വയറിന് തിരിച്ചാണ് വരയ്ക്കുന്നത്. നിങ്ങൾ എന്റെ കൂടെ വരച്ചോളൂ. അതിനെ നമ്മൾ നടുക്കൂടെ കട്ട് ചെയ്യാൻ. അതിന് നമ്മൾ വീണ്ടും മേലെ നിന്നൊരു പാർട്ടാക്കുന്നു, അടിയിൽ നിന്നൊരു പാർട്ടാക്കുന്നു. ഇനി വേഗം കഴിയും.
ഇതിനെ ഇവിടെ ഇങ്ങനെ പാർട്ടാക്കുന്നു, ഇത് ഇങ്ങോട്ട് വന്ന് പാർട്ടാക്കുന്നു. ഇവിടെ ചെറിയൊരു വാലുണ്ട്, അതൊന്ന് വെച്ചെടുക്കാം. ശരി, അടുത്തത് ഇതിന്റെ സംഖ്യകൾ എഴുതാൻ പോവുകയാണ്. 7 എന്നുള്ള പറഞ്ഞു. 7 ഇവിടെ എക്സ് ആണ്, ഇവിടെ നമ്മൾ കണ്ടുപിടിക്കണം. പക്ഷേ ഇവിടെ 13 ഉണ്ട്, ഇവിടെ 97 ഉണ്ട്, ഇവിടെ 25 ഉണ്ട്. ഇപ്പൊ ആൻസർ ടൈപ്പ് ചെയ്ത് വിളിച്ചു പറയുകയും ചെയ്തത് ഹോംവർക്കാണ്. നേരത്തെ സാറ്റിൽ ഒരു ഹോംവർക്ക് തന്നു, ഇപ്പൊ മാറ്റിൽ ഇൻസർട്ടിങ് ഹോംവർക്ക് തരും. ഇവിടെ അവസാനം 49. ഒരു കുട്ടിയെ ചോദ്യം വായിച്ചു. Seven dash 13 97 25 49. Options are 194 127 27 4. Good. ഇതാണ് ഇന്നത്തെ ചോദ്യം. ഇത് മാറ്റിൽ നിങ്ങൾക്ക് തരുന്ന ഇന്നത്തെ ചോദ്യം. സാറ്റിൽ നേരത്തെ ചോദ്യം ഞാൻ തന്നിട്ടുണ്ട്, അത് ഓർക്കുന്നുണ്ട്. ഏതായിരുന്നു ചോദ്യം? Yes, sir. ഏതായിരുന്നു? 2n plus 4 minus 2 into. അപ്പോൾ ഈ ചോദ്യവും പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാ. ഇത് USSന്റെ ക്ലാസ് ഇന്നലെ കൊടുത്തതാണ്. പക്ഷെ മക്കളെ, ഈ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇതൊക്കെ ബന്ധപ്പെട്ടിട്ട് സാറ്റിൽ നിന്ന് ചോദ്യങ്ങൾ വരികയും ചെയ്യും. അപ്പൊ ആ ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അപ്പൊ ഇതെല്ലാം നമ്പേഴ്സാണ്. ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, ഇതിനെപ്പറ്റി ഒന്ന് കൂടുതൽ അറിയില്ലെങ്കിൽ, ഈ USSന്റെ ക്ലാസ് വരുമ്പോൾ അല്ലെങ്കിൽ ആ ക്ലാസ്സുകൾ യൂട്യൂബിൽ ഞാൻ കൊടുത്തത് നോക്കിയിട്ട് മനസ്സിലാക്കി വെക്കണം. കാരണം USS എഴുതാത്ത കുട്ടികൾ ഇതിലുണ്ടാവും, USS എഴുതിയിട്ട് കിട്ടാത്ത കുട്ടികളുണ്ടാവും. അപ്പൊ അത്തരം കുട്ടികൾക്കാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അവർക്ക് വേണമെങ്കിൽ USSന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ആ ക്ലാസ് യൂട്യൂബിൽ എഴുതുമ്പോൾ കാണുകയും ചെയ്യാം. ശരി, അത്രയും കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്പേഴ്സാണ്. ഈ നമ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത കുറെ നമ്പേഴ്സ് ഉണ്ടാവാം. അതിന്റെ കംപ്ലീറ്റ് പ്രോപ്പർട്ടീസ് പഠിച്ചു വെക്കണം. പ്രൈം നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടീസ് ഒരുപാട് പഠിക്കാം. സ്ക്വയർ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടീസ് അതിലും ഒരുപാട്. അതുപോലെ ചില നമ്പേഴ്സിൽ നിന്ന് ചെറിയ ചെറിയ ചോദ്യങ്ങൾ വരും. അപ്പോ ചെറിയ ചെറിയ ചോദ്യങ്ങൾ മാത്രം. പാരറ്റോമിക് നമ്പർ എന്നൊരു ചോദ്യം വരും. അതുപോലെ പ്രൈം നമ്പർ എന്നാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും. ഇനി ഏതായത് നമ്പർ എന്ന് പറയുന്നത് ഇതൊക്കെ നമ്പേഴ്സാണ്. അപ്പൊ എൻ്റെ നമ്പർ എന്നൊക്കെ ഒരു ചോദ്യം വരും. പക്ഷെ സ്ക്വയർ നമ്പറിന് ധാരാളം ചോദ്യങ്ങൾ വരാൻ സാധ്യതയില്ല, ഒരുപാട്. അപ്പൊ സ്ക്വയർ നമ്പറിനെ പറ്റി നല്ലൊരു ബന്ധമാണ്. അതിൽ നിങ്ങളെ ഞാൻ സഹായിക്കാം. എങ്ങനെ സഹായിക്കാം? നിങ്ങൾ സ്ക്വയർ നമ്പറിന്റെ ഒരു ടേബിൾ എഴുതുക. ആ ടേബിളിൽ 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, അങ്ങനെ 30 സ്ക്വയർ വരെ 900 വരെ ഒരു കുട്ടി കാണാതെ പഠിച്ചാൽ ആ കുട്ടിക്ക് എന്നെ വിളിക്കാം. ആ കുട്ടിക്ക് ഞാനൊരു ഗ്യാരണ്ടി തരും. ആ ഗ്യാരണ്ടിയാണ് NMMS എന്ന ഗ്യാരണ്ടി. പ്രൈം നമ്പർ 2 മുതൽ 97 വരെയുള്ള 25 പ്രൈം നമ്പറും 1 മുതൽ 30 വരെയുള്ള സ്ക്വയർ നമ്പറും 1 മുതൽ 12 വരെയുള്ള ക്യൂബിക് നമ്പറും ഏതൊരു കുട്ടി ബൈഹാർട്ടാക്കിയോ ആ കുട്ടിക്ക് എന്നെ വിളിക്കാം. ആ കുട്ടിക്ക് NMMS ഞാൻ ഗ്യാരണ്ടി തരും. അല്ലാതെ ഞാനിവിടെ പറയുന്നു, ക്ലാസ്സിൽ നിന്ന് പറയുന്നു, നിങ്ങൾ ഇതൊന്നും പഠിക്കുന്നില്ല, അന്നേരം നോക്കാൻ വിചാരിച്ചാൽ നടക്കൂല മക്കൾ. നിങ്ങളത് 3 കൃത്യമായിട്ട് പഠിച്ചു. എന്തൊക്കെയാണ് മുഹമ്മദ് റഷാദ് ഞാൻ പഠിക്കാൻ പറഞ്ഞത്? ഇപ്പോൾ സ്ക്വയർ നമ്പർ 25 പ്രൈം നമ്പേഴ്സ് കാണാതെ പഠിക്കണം. ഒരു സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. അപ്പൊ എങ്ങനെയാ പറയാൻ കഴിയുക? 29നെ 3 കൊണ്ട് ഗുണിച്ചാൽ
നമുക്കറിയാം അത് 87 അപ്പൊ 87 എന്ന സംഖ്യ ഒരു കൂട്ടത്തിൽ കണ്ടാൽ അത് പ്രൈം നമ്പർ അല്ല എന്ന് പറയാൻ കഴിയും. A prime number has only 2 factors. One is 1, other is that number itself എന്ന് നിങ്ങൾ പഠിച്ചത്. അങ്ങനെയാകുമ്പോൾ ഈ 25 പ്രൈം നമ്പർ 2 മുതൽ 97 വരെയുള്ളത് നിങ്ങൾ ബൈഹാർട്ടാക്കണം. എവിടെ നിന്ന് കിട്ടും? ഞാൻ തരാം. ഇല്ലെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ പ്രൈം നമ്പറിന്റെ ടേബിൾ കിട്ടും. അത് നല്ല വൃത്തിയിൽ എഴുതിയിട്ട് പഠിക്കുന്ന റൂമിൽ അവിടെ സൂക്ഷിച്ചു വെക്കുക, മനസ്സിൽ സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം സാറ്റാണ് കുട്ടികൾക്ക് പരാജയപ്പെടുന്നത്. 20 മാർക്കിന്റെ ചോദ്യമാണ് കണക്കിൽ നിന്ന് സാറ്റ് പേപ്പർ ഉണ്ടാവുന്നതെങ്കിൽ 20-ൽ 15 കിട്ടിയ കുട്ടികളൊക്കെ വളരെ അപൂർവമായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ. അതുകൊണ്ടാണ് സാറ്റ് പേപ്പർ നഷ്ടപ്പെടുന്നത്. ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയേണ്ടത്, 36 മാർക്ക് സാറ്റിലും മാറ്റിലുമായിട്ട് മിനിമം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു സർട്ടിഫിക്കറ്റ് പോലും കിട്ടില്ല. ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് +1 അപേക്ഷയ്ക്ക് ഉപകാരപ്പെടും. പക്ഷെ സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ അവിടെ എത്രയാണോ ഓരോ ജില്ലയ്ക്കും അനുവദിച്ചിരിക്കുന്നത്, ഇപ്പം വയനാടാണെങ്കിൽ 280, 290 ആണെങ്കിൽ അതിന് ഉള്ള ഒരു കുട്ടിയെ മാറണം, എന്നാലും ടോപ്പ് മാർക്ക് കിട്ടണം. കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ 345 കുട്ടികളാണെങ്കിൽ ആ 345 ഒരാളായിട്ട് നിങ്ങൾ മാറണമെങ്കിൽ 180 അടുത്ത് നിൽക്കുന്ന മാർക്ക് നിങ്ങൾക്ക് കിട്ടണം. ഇതൊക്കെ പഠിക്കണം. 3 കാര്യങ്ങൾ പഠിച്ചിട്ട് എന്നെ എത്ര ദിവസം കൊണ്ട് നിങ്ങൾ കേൾപ്പിക്കുമെന്നാണ് എനിക്ക് പറയേണ്ടത്. ഞാൻ നിങ്ങൾക്ക് ഒരാഴ്ച സമയം തരാം. ഒരാഴ്ച കൊണ്ട് ഇത് 3 പഠിച്ചാലാണ് അടുത്ത സംഭവം വേഗം മനസ്സിലാവുന്നത്. കാരണം ഇനി നമുക്ക് നമ്പർ സീരീസ് ഒക്കെ എടുക്കാനാണ്. അപ്പൊ ഇതൊന്നും പഠിച്ചിട്ട് പ്രൈം നമ്പർ എന്തെങ്കിലും ബോധമൊന്നുമില്ലെങ്കിൽ ഇതും മനസ്സിലാവും. അപ്പൊ ഒന്നുകൂടെയാണ് നോട്ട് ചെയ്ത് വെച്ചോളൂ. പ്രൈം നമ്പർ 25 എണ്ണം, സ്ക്വയർ നമ്പർ 1 മുതൽ 30 വരെ 40 വരെ പറ്റേക്ക് പഠിച്ചു. ഇനി ക്യൂബിക് നമ്പർ അത് വേഗം കഴിയും. അത് നമുക്ക് 12 വരെ മതി, 1 മുതൽ 12 വരെ. അത് വേണം ഞാൻ പെട്ടെന്ന് കഴിഞ്ഞുകൊണ്ട് വേഗം കഴിത്തരാം. ക്യൂബിക് നമ്പർ ഈ ചോദ്യം നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ക്യൂബിക് നമ്പർ പെട്ടെന്ന് എഴുതരാൻ ശ്രദ്ധിച്ചോളൂ. 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 × 1 × 1 ആണ്. അത് 1 തന്നെയാണ്. 2 ക്യൂബ് 8, 2 × 2 × 2. 3 ക്യൂബ് 27, 4 ക്യൂബ് 64. എന്തായാലും ഉണ്ടാക്കുന്നത് 5 ക്യൂബ് 125. എല്ലാവരും പോയോ? ഹലോ. 6 ക്യൂബ് 214. 7 ക്യൂബ് 343. 8 ക്യൂബ് 512. 9 ക്യൂബ് 729. 10 ക്യൂബ് 1000. 11 ക്യൂബ് 1331. 12 ക്യൂബ് 1728. 1729 എന്ന രാമാനുജ നമ്പറിൽ നിന്ന് 1 കുറച്ചാൽ 12ന്റെ ക്യൂബ് കിട്ടുമെന്ന് നമുക്കറിയാം. 1728. 12 ക്യൂബ് വരെ പരിഹാരമാക്കണം. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഹോംവർക്ക് കൃത്യമായി ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ വിളിക്കാം. ജോയിൻ ചെയ്യാവുന്ന കുട്ടികൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ജോയിൻ ചെയ്യാം. 8686171729. ഓക്കെ.